ആ ഇന്ത്യ പ്രധാനമന്ത്രി ഏതോ പെണ്ണ് കേസിൽ പെട്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ കാണിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതൊക്കെ മഹാമര്യാദകളാണ്, തെമ്മാടിത്തരമാണ്. ആദ്യം കമ്മ്യൂണിസ്റ്റുകളെയാണ് തൂക്കിക്കൊന്നത്. ഒന്ന് പറയാം, ഇടതുപക്ഷം എല്ലാ കാലവും മനുഷ്യരുടെ പക്ഷമാണ് നിന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് ലേറ്റായി പോയി. സുഡാപ്പി വോട്ടിന് വേണ്ടി 10,000-കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയ, സ്ത്രീകളെ അടിച്ചമർത്തിയ മതഭ്രാന്തിന് വേണ്ടി തെരുവിൽ ജയ് വിളിക്കുന്നു. നമുക്ക് പരിശോധിക്കാം, യുദ്ധത്തിലും പ്രീണന രാഷ്ട്രീയമോ? രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്ത് വഴി? ഈ വഴി. അഫ്ഗാനിസ്ഥാനിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. പിന്നെ അവർ കേരളത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മലപ്പുറം ജില്ല കൊടുക്കാൻ തീരുമാനിച്ചു. മലപ്പുറം ജില്ലയിൽ ഏകദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ സംഭവിക്കുന്നത്, അവരുടെ സ്വഭാവം അനുസരിച്ച് അമേരിക്ക അവരുടെ വർഗശത്രുവാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ചികിത്സയ്ക്ക് പോകാൻ അമേരിക്ക വേണം കേട്ടോ. മുഖ്യമന്ത്രി തന്നെ അമേരിക്കയെ വിളിച്ചത് തെമ്മാടി രാഷ്ട്രമെന്നാണ്. പക്ഷെ ആ തെമ്മാടി രാഷ്ട്രം വേണം, തൻ്റെ ചികിത്സയ്ക്കായിട്ട് ആ രാഷ്ട്രം തന്നെ വേണം. അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകാമല്ലോ. അത് പിന്നെ കേരളത്തിൽ പറ്റില്ലായിരിക്കാം. കേരളത്തിൽ നമ്പർ 1 ആണ് ആരോഗ്യ വ്യവസ്ഥ എന്ന് പറയും. പക്ഷെ കേരളത്തിൽ അദ്ദേഹം ചികിത്സിക്കില്ല. ഇങ്ങനെ ഈ കോൺട്രഡിക്ഷൻസിൻ്റെ വലിയൊരു കാര്യം നിൽക്കുമ്പോൾ പോലും ഒരു ചളിപ്പുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ അമേരിക്ക വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുക. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ശ്രീ ജലീൽ പുനലൂർ, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കളിക്കുകയല്ലേ? ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ മുതലെടുപ്പ് നടത്താം, എങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ സ്വായത്തമാക്കാം എന്ന വിശദമായ പഠനം നടത്തുകയല്ലേ CPM-ഉം അതുപോലെ ഇവിടുത്തെ ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസും UDF-ഉം ഒക്കെ? ഒന്ന് പറയാം, ഇടതുപക്ഷം എല്ലാ കാലവും മനുഷ്യരുടെ പക്ഷമാണ് നിന്നിട്ടുള്ളത്. ലോകത്തെ രാഷ്ട്രത്തലവന്മാർ ഞെട്ടിവരച്ച സ്റ്റീൽ ഫയൽ എന്ന് പറയുന്ന ഒരു വിവാദം അടുത്തിടെ നമ്മുടെ ലോകത്തുണ്ടായി. അതിൽ മോഡി കുടുങ്ങിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മാത്രമല്ല, പലരും കുടുങ്ങിയിട്ടുണ്ട്. അമേരിക്കയിൽ പോയി അദ്ദേഹം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തലവനെ കൊതു തള്ളിയപ്പോൾ അതിനെ ഒന്ന് അപലപിക്കാനെങ്കിലും സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുള്ള സാമ്രാജ്യത്വ വിധേയത്വം അല്ലെങ്കിൽ ഇസ്രായേൽ വിധേയത്വം അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. അതിന്റെ പണം അനുഭവിക്കുന്നത് ഞാനും അനിൽ നമ്പ്യാർജിയുമായിരിക്കും. രാജ്യത്തോട് സ്നേഹമുള്ള, രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയോട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ അതിനെ പരിഗണിക്കുന്ന ഒരു സർക്കാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. നിലവിൽ കൊലയാളികൾക്കൊപ്പമാണ് നമ്മുടെ രാജ്യം. ഇറാനിൽ 1979 വരെ ഈ പറയുന്ന ഈ സെക്യുലറിസം ഒക്കെ ഉണ്ടായിരുന്നു. 79-ന് ശേഷം മതഭ്രാന്തന്മാർ അധികാരം ഏറ്റെടുത്തതിന് പിന്നെ അനന്തരം എന്താണ് സംഭവിച്ചത്? അവിടെ ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യം കമ്മ്യൂണിസ്റ്റുകളെയാണ് തൂക്കിക്കൊന്നത്. എന്നിട്ടും നിങ്ങളിപ്പോൾ ഇറാനോടൊപ്പം നിൽക്കുകയാണ്. ഇറാനിൽ കാണുന്ന നന്മ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളെ തന്നെ വെറുത്ത ഒരു ഭരണാധികാരിയെ നിങ്ങൾ എന്തിനാണ് വിപ്ലവകാരി എന്ന് കൊട്ടിഘോഷിക്കുന്നത്? ഇടതുപക്ഷവും അതുപോലെ വലതുപക്ഷവും LDF-ഉം UDF-ഉം ഒരുപോലെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം, പൊളിറ്റിക്കൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ ഇറാനെ വാഴ്ത്തിപ്പാടുന്നത്, ഖമനേയിയെ വാഴ്ത്തിപ്പാടുന്നത്? അല്ലാതെ പറയാൻ പറ്റുമോ? സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ? നോക്കൂ, ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അതിനെ മതത്തിന്റെ ആംഗിളിൽ കാണേണ്ടത് BJP-യുടെ ആവശ്യമാണ്. ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്. ഇന്ത്യ രാജ്യവും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായപ്പോൾ ആ യുദ്ധം നിർത്തിച്ചത് ഞാനാണെന്ന് പറയുന്ന തരത്തിൽ യജമാനനായി ട്രംപ് മാറിയിരിക്കുന്നു. അതിനെതിരായിട്ട് എന്തേ അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ആർജവത്വമുള്ള ഒരു ഭരണാധികാരി ഇന്ത്യ രാജ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, പ്രസ്താവനയ്ക്കൊക്കെ പുല്ലുവിലയാണ് കൽപ്പിച്ചതെന്ന് താങ്കൾക്ക് അറിയില്ലേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞു ഞാൻ SDP വോട്ടുകൾ നേടാനാണെന്നുള്ള തന്ത്രമാണെന്ന്. എനിക്ക് ജമാഅത്തെ ഇസ്ലാമിക്കും SDP-യും കൂടെ കൊട്ടയിൽ കൂട്ടിക്കൊണ്ട് വന്നാൽ എത്ര വോട്ട് ഒരു മണ്ഡലത്തിലുണ്ട്? എന്നിട്ടാണല്ലോ മദനിയൊക്കെ പോയി കെട്ടിപ്പിടിച്ചത്. നമ്മൾ ഈ TV ചർച്ചയിലൊക്കെ ആകുമ്പോഴേ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, നമ്മളെ കയ്യിൽ അധികാരമില്ല, നമുക്ക് ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് എന്തും പറയുന്നു. പക്ഷെ ഒരു രാഷ്ട്രത്തലവൻ അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും 1000 അർത്ഥം കൊടുക്കും. ലോകം മൊത്തം അത് പരക്കും. അതുകൊണ്ട് പലപ്പോഴും മൗനം പാലിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങളിൽ രാഷ്ട്രത്തലവന്മാർ ചെയ്യാറുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. എന്താ ഇവർക്ക് ഇപ്പോൾ വേണ്ടത്? 1,00,000 പട്ടാളക്കാരെ ഇറാനിലേക്ക് വിടട്ടെ, കുറെ ആയുധങ്ങൾ കൊടുത്ത്, ബ്രഹ്മോസ്, മിസൈൽ, ഇതൊക്കെ കൊടുത്തിട്ട് ഇറാനെ പോയി സഹായിക്കാൻ ആളെ വിടണമെന്നാണ് CPM-ന്റെ അഭിപ്രായം. അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. അത് നടക്കില്ല സാർ.
നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അതിന് സംസ്കൃത ശ്ലോകമാണോ ഉചിതം, ആ സംസ്കൃത ശ്ലോകം ചൊല്ലും. അതല്ല തോക്കെടുത്ത് വെടിവെക്കലാണോ ഉചിതം, അത് ചെയ്യും. ലോക ചരിത്രം മൊത്തം പരിശോധിച്ച് നോക്ക്. ശക്തന്മാർ തമ്മിൽ അടിച്ചതിൻ്റെ ചരിത്രമാണ് ലോകചരിത്രം. അല്ലാതെ ദുർബലനെ കെട്ടിപ്പിടിച്ച ചരിത്രമില്ല. ഇറാൻ പുണ്യവളന്മാരുടെ നാട്, അവർ ഭീകരവാദം ഒന്നും നടത്തിയിട്ടില്ല. എന്താ ഈ എനിക്ക് മനസ്സിലാവണില്ല. ഈ ഹൂത്തികൾ ആരാണ് അവർക്ക് ചോറും ചെല്ലും കൊടുത്ത് വളർത്തുന്നത്? ഹൂത്തികളെ യമനിൽ, ഇറാനല്ലേ? എന്താ ഉറക്കം വരുന്നു? ഹിസ്ബുള്ള ആരുടെ സൈന്യമാണ്? ഇറാന്റെ അല്ലേ? ഹമാസിന്റെ തലവനെ തന്നെ കൊന്നുകളഞ്ഞത് ഇറാനിൽ വെച്ചിട്ടാണ്. ഇവർക്കെല്ലാം TTP പാകിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, ഏറ്റവും വലിയ ഭീകരവാദ ശൃംഖലയുള്ള രാജ്യം ഇറാനാണ്. ഏറ്റവും വലിയ ശൃംഖല. ബാക്കിയുള്ളവർക്കൊക്കെ അതാത് രാജ്യത്തൊക്കെ ഉള്ളൂ. ഇത്രയും രാജ്യങ്ങൾ സ്പ്രെഡ് ആയിട്ടുള്ള ഭീകരവാദ ശൃംഖല മറ്റൊരു രാജ്യത്തിനും ഇല്ല. വെടിവെച്ച് കൊല്ലണം അതിനെ. ജലീൽ പുനലൂരിന്റെ സംഭാഷണം ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരൊറ്റ തവണ ഗൾഫിലെ നമ്മുടെ ആൾക്കാരെ പറ്റി പറയണമല്ലോ, പറഞ്ഞു അദ്ദേഹം. എന്താണെന്നറിയാമോ? ഞാൻ സുന്നിയാണ്, ഞാൻ സുന്നികളുടെ കൂട്ടത്തിലാണ് നിൽക്കേണ്ടത്, പക്ഷേ ഞാൻ ഷിയാക്കളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. ഗംഭീരമാണ് സാർ, നല്ല കാര്യമാണ്. ഷിയാക്കളുടെ കൂട്ടത്തിൽ ഉറച്ചു നിന്നോ. ഗൾഫിലുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യം വേറെ ആരെങ്കിലും നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഏതായാലും നോക്കാൻ കഴിയില്ല. നിങ്ങൾ ഷിയായുടെ കൂടെ ഉറച്ചു നിൽക്കുകയാണ്. ശകലം കോൺക്രീറ്റും കൂടെ ഇട്ട് അവിടെ ഉറപ്പിച്ചോളൂ, കുഴപ്പമില്ല. ബാക്കി മനുഷ്യരുണ്ട്, അവർ നോക്കും. സാമ്രാജ്യത്വ ശക്തികളുടെ നാട്ടിലേക്ക് പോകരുത് കേട്ടോ, അതെങ്കിലും പറയാം. അങ്ങേരെ ഗൾഫിലെ പറ്റി ഒരക്ഷരം പറയൂല മനുഷ്യൻ. പറഞ്ഞാൽ അങ്ങേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഏതായാലും നാഷണൽ ലീഗോ, ഏത് നാഷണൽ ലീഗ്? ആന്റി നാഷണൽ ലീഗ് എന്ന് പേര് മാറ്റണം നിങ്ങൾ. പിന്നെ ഈ എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറയുന്ന ആ ശീലം പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫയൽ ഉണ്ടെങ്കിൽ, അതിന്റെ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ പണ്ടാറടക്കാനായിട്ട് അത് നാട്ടുകാരെ കാണിക്കുന്നത് ഞങ്ങളൊക്കെ കാണട്ടെ. ആ ഇന്ത്യ പ്രധാനമന്ത്രി ഏതോ പെണ്ണ് കേസിൽ പെട്ടെങ്കിൽ അതിന്റെ തെളിവ് നിങ്ങൾ കാണിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതിനുള്ള മാന്യതകളും കാണിക്കണം. അല്ലാതെ TV ചാനൽ വന്നിരുന്ന് എപ്സ്റ്റീൻ ഫയൽ എന്നുള്ള വാക്ക് മോദിയെ ചേർത്ത് പറയരുത്. അതൊക്കെ മഹാമര്യാദകളാണ്, തെമ്മാടിത്തരമാണ്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഞാൻ പോകുന്നു. ബൈ ബൈ.